പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, 2024-2025 അധ്യയന വർഷത്തിൻ്റെ സ്കൂൾ തുറക്കുകയാണ് നാളെ മുതൽ. വളരെ സന്തോഷം. ആദ്യമായിട്ട് സ്കൂളിലേക്ക് പോകുന്ന കൊച്ചു കുട്ടികൾക്കെല്ലാം എല്ലാ അഭിനന്ദനങ്ങളും ആശംസകളും. ജീവിതത്തിൻ്റെ നല്ല പടവിലേക്ക് കാലുവെക്കുകയാണ്. നിങ്ങൾക്ക് പടവെന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നന്നായിട്ട് നിങ്ങൾ സ്കൂളിലേക്ക് പോവുകയാണ്. സ്വാഗതം എല്ലാ കുഞ്ഞുങ്ങൾക്കും. ലോകത്തിലുള്ള, പ്രത്യേകിച്ച് കേരളത്തിലുള്ള നാനാജാതി മത്സരാകുന്ന കുഞ്ഞുങ്ങൾക്ക് ഒരുമിച്ച് പഠിക്കാൻ ഉള്ള ഒരവസരമാണ്. പ്രത്യേകിച്ച് പ്ലേ ക്ലാസ്സിൽ LKG UKG ഒന്നാം ക്ലാസ്സിലൊക്കെ പോകുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ സന്തോഷത്തോടെ കൈയടിച്ചുകൊണ്ട് സ്വാഗതം ചെയ്യുകയാണ് ഒരു അധ്യാപകൻ. വളരെ സ്വാഗതം എല്ലാവർക്കും. ഇനിയും ഞാൻ 2-3 കാര്യങ്ങളാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആദ്യം തന്നെ ടീച്ചേഴ്സിനോടാണ് പറയുന്നത്. ടീച്ചേഴ്സ് കുഞ്ഞുങ്ങളെ നിങ്ങളുടെ സ്വന്തമായിട്ടാണ് കരുതുന്നത്. പേരൊക്കെ ചൊല്ലി ഉള്ള കാര്യത്തോടൊക്കെ വിളിച്ച് പറഞ്ഞ് അടുത്തൊക്കെ ഇരുത്തി സംസാരിക്കുക എന്നുള്ളത് വളരെ വർഷങ്ങൾ കൊണ്ട് സ്കൂൾ നടത്തുന്ന ഒരു അധ്യാപകനാണ് എനിക്കറിയാം. നാളെ കരയുന്ന കുഞ്ഞുങ്ങളൊക്കെ കാണും. അപ്പോൾ നമ്മുടെ ആയമാരൊക്കെ ആ ക്ലാസ്സുകളിൽ തീർച്ചയായിട്ടും കാണും. ആയമാരെന്നല്ല, ആൻറ്റിമാർ അവിടെ കാണും. അപ്പോൾ അവരുടെ ഒപ്പം അല്പം നേരം ഇരിക്കാനും അവരുടെ പേര് ചോദിക്കാനും അവർക്ക് മിഠായി കൊടുക്കാനും ബലൂൺ കൊടുക്കാനും കളിക്കാനുള്ള ഉപകരണം കൊടുക്കാനും ഒക്കെ ഫസ്റ്റ് ആദ്യത്തെ ദിവസം തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ ഒരു മടുപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി പരിശ്രമിക്കുക. അപ്പോൾ കൊച്ചുങ്ങൾ കരയും, യാതൊരു സംശയമില്ല. അമ്മ വേണം, അമ്മ അടുത്ത് വേണം എന്നൊക്കെ പറയും. അപ്പോൾ അമ്മ അല്പനേരം അടുത്തിരുത്തിയെന്ന് വെച്ച് കുഴപ്പമൊന്നുമില്ല. അവരുടെ മാറിടത്തിൽ നിന്ന് പിടിച്ചകറ്റുമ്പോൾ അവർക്ക് അല്പവേദനയും വിഷമമൊക്കെ ഉണ്ടാവും. എന്നാൽ അല്പനേരം മാറ്റി നിർത്തിയാൽ എന്തോ പറ്റും, അമ്മയെ കാണാൻ വേണ്ടി വഴി പോയി. നാളെ നിങ്ങൾ കണ്ടോണേ, അമ്മയെ കാണാൻ വേണ്ടി ആ വാതിൽ പോയി അമ്മ അമ്മ അച്ഛ അച്ഛ എന്ന് കരയുന്ന കുഞ്ഞുങ്ങളെ നിങ്ങൾ കാണും. എന്നാൽ വളരെ സ്മാർട്ടായിട്ട് അംഗൻവാടിയിലൊക്കെ പോയിട്ടുള്ള കുഞ്ഞുങ്ങളാണ് വളരെ സ്മാർട്ടായിട്ട് അവിടെ കുത്തിയിരുന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യും. അപ്പം ഒരു വിധത്തിലും കുഞ്ഞുങ്ങളെ വെറുപ്പിക്കാതിരിക്കാതാണ് ആദ്യം അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത്. അത് കൊച്ചുകുട്ടികളെക്കുറിച്ചാണ് പറയണത്. ഞാൻ 2-3 തലങ്ങളിലായിട്ട് അത് നീട്ടത്തില്ല, പെട്ടെന്ന് പറഞ്ഞു തീർക്കാം. രണ്ടാമത് മാതാപിതാക്കൾ. നിങ്ങൾ ഏറ്റവും ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ കുഞ്ഞുങ്ങളാണ്. ആ കുഞ്ഞുങ്ങളെ നിങ്ങൾ സ്കൂളിലേക്ക് വിടുകയാണ്. നിങ്ങൾ തന്നെ സെലക്ട് ചെയ്ത നിങ്ങളുടെ തന്നെ ഇഷ്ടത്തിനനുസരിച്ചുള്ള സ്കൂളിലേക്കാണ് വിടുന്നത്. അപ്പോൾ ആ സ്കൂളിൻ്റെ ഏറ്റവും കൂടുതൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു അതൊക്കെ അവിടെ ആ സ്കൂളിൽ നിന്ന് നമ്മൾ ഉപയുക്തമാക്കാനായിട്ട് പരിശ്രമിക്കുക. പരിമിതികൾ കണ്ടുപിടിക്കുകയല്ല വേണ്ടേ. നിങ്ങൾ പേരൻസ് എന്ന നിലയിൽ ഞാൻ ഒരു അഭ്യർത്ഥന പറയുകയാണ്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് യാതൊരു കാരണവശാലും ഒരു അധ്യാപകനെയോ അധ്യാപികയോ കുറ്റപ്പെടുത്താൻ പാടില്ല. ഒരു കാരണത്താലും. എന്തെങ്കിലും നിങ്ങൾക്ക് പറയണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ ഒരു ടീച്ചർ എല്ലാം അങ്ങ് ശരി എഴുതണം നിർബന്ധമില്ല. ചെറിയ തെറ്റൊക്കെ വന്നാൽ പോലും ആ ടീച്ചറെ പേഴ്സണലായിട്ട്, അദ്ദേഹം പ്രിൻസിപ്പളിനൊക്കെ പറഞ്ഞതിന് പകരമായിട്ട് ടീച്ചറിനെ പേഴ്സണലായിട്ട് ടീച്ചർ ഇങ്ങനെയാണ് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ എന്ന് പറഞ്ഞ് അവരോട് വ്യക്തിപരമായിട്ടുള്ളൊരു ബന്ധം സ്ഥാപിക്കുക. അവരുടെ ഫോൺ നമ്പർ, പ്രത്യേകിച്ച് കൊച്ചു ക്ലാസ്സിലെ അവരുടെ ഫോൺ നമ്പർ കയ്യിൽ വെക്കുക. അങ്ങനെയുള്ള നല്ല ഒരു ബന്ധം സൃഷ്ടിക്കുക. പിന്നെ പേരൻസിനോട് 1-2 കൊച്ചു കാര്യങ്ങൾ. നമ്മുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് LKG UKG pre-KG കുഞ്ഞുങ്ങൾക്ക് ബാഗ് കൊടുത്തു വിടാൻ പാടില്ല. പക്ഷെ നമ്മളെല്ലാവരും ബാഗ് കൊടുത്തു വിടും. ബാഗ് കൊടുത്തിടുന്നവരാണെങ്കിൽ നമുക്ക് കേസ് എടുക്കാമെന്നൊരു നിയമം വരെയുണ്ട്. അത് മാക്സിമം പോയാൽ 1.5 കിലോ 2 കിലോ താഴെ. അതും എപ്പോഴും ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളെ ഒരു സൈഡിൽ മാത്രം ബാഗ് ഇട്ടുകൊണ്ട് വരികരുത്. അത് കുഞ്ഞുങ്ങളുടെ ഷോൾഡറിന് വേദന ഉണ്ടാക്കും. രണ്ടാമത്, ആ കുഞ്ഞുങ്ങളുടെ ബാഗ് ഈ ഇടുപ്പിന് താഴെ കിടക്കരുത്. അത് മുതിർന്ന പെൺകുട്ടികളും ആൺകുട്ടികളും പറയാം. ഇടുപ്പിന് താഴെ കിടക്കരുത്. നേരെ മറിച്ച് പുറത്ത് കറക്റ്റായിട്ട് തൂങ്ങിയിരിക്കണം. പുറത്ത് നല്ല ടൈറ്റായിട്ടിരിക്കണം. കാരണം അത് നിങ്ങളുടെ സ്പൈനൽ കോഡിനെ ബാധിക്കും. നടുവേദനയൊക്കെ ഉണ്ടാകും, ഷോൾഡർ വേദന ഉണ്ടാക്കും. അതുണ്ടാവാതിരിക്കാൻ വേണ്ടി ബാഗ് ടൈറ്റായിട്ടിടുക. പിന്നെ പേരൻസ് ശ്രദ്ധിക്കേണ്ടത് കൊച്ചുങ്ങൾക്കുള്ള പുസ്തകം, ബുക്ക്, ഒരു റഫ് ബുക്ക് കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വെച്ചേരെ. അവർ എഴുതിക്കോട്ടെ, വരച്ചോട്ടെ, എന്തെങ്കിലും ചെയ്തോട്ടെ. അപ്പം ആ കൊച്ചുങ്ങൾക്ക് 1-2 റഫ് ബുക്കൊക്കെ വെച്ചേക്കുക. പിന്നെ അവരുടെ വരുന്ന ദിവസങ്ങളിൽ അവരുടെ ഫുഡ് കറക്റ്റാണെന്ന് നോക്കുക. പെൻസില്, സ്ക്രബ്ബർ, മറ്റ് കുട്ടികൾക്കുള്ളത് എന്തൊക്കെയാണോ അത് കുഞ്ഞുങ്ങൾക്ക് വേണം. ഏത് പാവപ്പെട്ട വീട്ടിലാണ് കുഞ്ഞുങ്ങൾ, നിങ്ങളങ്ങനെ നോക്കും. അപ്പോൾ സ്ക്രബ്ബറുണ്ട്. അപ്പം ഈ കൊച്ചു കുട്ടികൾക്ക് ശരീരം മുറിക്കുന്ന, കൈ മുറിക്കുന്ന സാധനങ്ങളെ കൊടുക്കാതിരിക്കുക. പെൻസിൽ വെട്ടി കൊടുത്തു വിടാതിരിക്കുക. അത് സ്കൂളിൽ വെക്കട്ടെ. പെൻസിൽ വെട്ടി കൊടുത്താൽ അവരിക്കുന്നിടത്തെല്ലാം കുത്തിയിരുന്ന് വെട്ടി വെക്കും, ഒടിക്കുമ്പം കുട്ടികൾ. അതിപ്പോൾ കോമൺ ആയിട്ട് ടീച്ചറോട് പറയുക, ഒരു പെൻസിൽ, അതായത് പെൻസിൽ നെയിൽ കട്ടറല്ല, പെൻസിൽ വെട്ടുന്നത് അവിടെ പുതുവിൽ തരാൻ പറയുക. അപ്പോൾ അത്രയൊക്കെയാണ് ഞങ്ങൾ ബാഗിനെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടത്. പിന്നെ എല്ലാ ദിവസവും മഴക്കാലമാണ്, നല്ല ഡ്രസ്സ്
കഴുകി ഉണക്കി തേച്ച്, ഇപ്പോൾ ഉണക്കാൻ പാടാണ്, തേച്ചെങ്കിലുള്ള ഡ്രസ്സ്, പ്രത്യേകിച്ച് കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ വെള്ളത്തിൽ ചാടും, അഴുക്കൊക്കെ പറ്റും. അഴുക്കൊക്കെ പറ്റി തിരിച്ചു വരുന്ന കുഞ്ഞുങ്ങളോട് നിങ്ങൾ ദേഷ്യത്തിലൊന്നും ഇടപെടരുത്, അവരോട് സൗമ്യമായിട്ട് സ്നേഹത്തിലൊക്കെ ഇടപെടാവും. ഒരു കാരണവശാലും കുഞ്ഞുങ്ങളെ നെഗറ്റീവ് പറയരുത്. അഴുക്കോടെ വന്നാൽ പോലും അവനെ ഒന്ന് എടുത്ത് നല്ലതായിരിക്കുന്നു, സ്മാർട്ടായിരിക്കുന്നു, ഒന്ന് ചുംബിച്ചൊക്കെ അവനെ വിടാനല്ല അവളെ വിടാനായിട്ട് പരിശ്രമിക്കുക. എല്ലാ ദിവസവും നിങ്ങൾ കൊച്ചുകുട്ടികളുടെ പുസ്തകങ്ങൾ എടുക്കുകയും നോക്കുകയും, സ്റ്റാർ കിട്ടിയില്ലെന്ന് വെച്ച് വിഷമിക്കേണ്ട, അവൻ്റെ റഫ് ബുക്കിൽ എടുത്തിട്ട് നിങ്ങൾ 2 സ്റ്റാർ ഇട്ടാൻ കൊടുത്തേരെ പേരൻസ്. മനസ്സിലായി, അത് നിനക്ക് വേണ്ട മോനെ, നല്ല സ്റ്റാർ നിനക്ക് കിട്ടിയേക്കും, നല്ല വെരി ഗുഡ് ബോയ്. ദാറ്റ് മീൻസ് ചെറുപ്പത്തിലെ അവന് അവൾക്ക് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുക്കുക, ഇങ്ങനെ കിട്ടും, എഴുതിയ കിട്ടും, സ്റ്റാർ കിട്ടും, അമ്മ എനിക്ക് സ്റ്റാർ തന്നു എന്ന് കുഞ്ഞുങ്ങൾക്ക് പോയി, അല്ല അച്ഛൻ എനിക്ക് സ്റ്റാർ തന്നു, അച്ഛനെ വിളിച്ച് അടുത്തിരുത്തി. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുക. പിന്നെ പേരൻസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടുന്നത്, കൊച്ചുകുട്ടികൾ മറ്റു കുട്ടികളുടെ എന്തെങ്കിലും ഐറ്റംസ് എടുത്തുകൊണ്ട് വന്നാൽ അത് ആ ദിവസം തന്നെ ഒന്ന് പരിശോധിച്ചിട്ട് തിരിച്ചു കൊടുക്കാൻ പറയണം. മോൻ ഇത് ടീച്ചറായി കൊടുത്തേക്കണം എന്നുവെച്ചാൽ അത് കുഞ്ഞുങ്ങളിൽ അത് അവളെയോ കുറ്റം കൊണ്ട് കാര്യമില്ല. ചെറുപ്പത്തിൽ അങ്ങനെ ചിലപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തോന്നും അതെടുത്ത് കൈവച്ചേക്കാം. അതങ്ങനെ നമ്മൾ എല്ലാ ദിവസവും ബാഗ് നോക്കണം. അവൻ്റേതല്ലാത്ത എന്തെങ്കിലും ഐറ്റം ഉണ്ടെങ്കിൽ അത് തിരിച്ച് കുഞ്ഞുങ്ങൾ വഴി, അത് നിങ്ങളുടെ കുഞ്ഞ് കള്ളനാവോ കള്ളിയാവോ ഒന്നുമല്ല, അതൊക്കെ തെറ്റായ ധാരണയാണ്. അത് കൊടുത്ത് ടീച്ചറെ കൊണ്ട് കൊടുത്തേക്കണേ എന്ന് പറയുക. എന്നിട്ട് ആ യഥാർത്ഥ കുഞ്ഞിൻ്റെ കയ്യിൽ അത് ലഭ്യമാകട്ടെ എന്ന് ചിന്തിക്കുക. ഇതൊക്കെയാണ് കൊച്ചു കുട്ടികളോട് എനിക്ക് പറയാം. പിന്നെ കുത്തി നിറച്ച് ഭക്ഷണം കൊടുത്തു എന്ന് വരുന്നത്, അത്യാവശ്യം എരിയൊക്കെ കുറച്ച്, പുളിയൊക്കെ കുറച്ച്, പയറുവർഗ്ഗങ്ങൾ, പിന്നെ മീനൊക്കെ ഈ തണുപ്പ് കാലത്ത് വറുത്ത് അതിനകത്ത് വെച്ച് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. കുട്ടികൾക്ക് ആവശ്യമാകുന്ന ഭക്ഷണം മാത്രം കൊടുത്തുള്ളൂ. പിന്നെ സ്നാക്സ് ഇടയ്ക്ക്, അതിൻ്റെ സ്നാക്സിൻ്റെ സമയമുണ്ട്, അതിന് വേറൊരു വാക്കാണ് ഞാൻ സ്കൂളിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പം അത് അത്യാവശ്യം കുഞ്ഞുങ്ങൾ കഴിക്കുന്നത് മാത്രം കൊടുത്തു വിടുക. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് കുഞ്ഞുങ്ങളെ. പിന്നെ ബസ്സിൽ കയറ്റി വിടുകയാണെങ്കിൽ ബസ്സിൽ സൈഡിലിരിക്കരുതെന്ന് പറയുക. ചേച്ചിമാരോ ചേട്ടന്മാരെ കൊണ്ട് അവരുടെ അടുത്തിരിക്കുക, മാക്സിമം അതിൽ പിടിച്ചിരിക്കാൻ പറയുക. അങ്ങനെയൊക്കെ ബസ്സിലിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് സൂചിപ്പിച്ച് വിട്ടേക്കുക. ഇത്രയും കാര്യങ്ങളാണ് കൊച്ചു കുട്ടികളുടെ പറയാനുള്ളത്. ഇനി എനിക്ക് പറയാനുള്ളത്, മുതിർന്ന കുട്ടികൾ, അതായത് 5, 6 വയസ്സാകുമ്പോഴേ കുഞ്ഞുങ്ങളൊക്കെ പക്വതയിലൊക്കെ എത്തും. കൊച്ചു കുട്ടികളുടെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അടുക്കളയിൽ കുഞ്ഞുങ്ങളുടെ ടൈം ടേബിൾ എഴുതി ഒട്ടിച്ചേക്കണം. അടുക്കളയിൽ കൊച്ചു കുട്ടികളുടെ ടൈം ടേബിൾ എഴുതി ഒട്ടിച്ചേക്കണം. 2 പേരുണ്ട്, 2 പേരും ടൈം ടേബിൾ എഴുതി ഒട്ടിക്കണം. ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള പുസ്തകവും ബുക്കൊക്കെ അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുടെ ബുക്ക് എടുത്ത് പരിശോധിക്കണം പേരൻസ്. അപ്പോൾ പലപ്പോഴുമൊക്കെ ഇനി മുതിർന്ന ക്ലാസ്സിലുണ്ടാകും, 5, 6, 7, 8, 9, 10 ക്ലാസ്സിലെ കുഞ്ഞുങ്ങളുടെ പുസ്തകം, മോളെ സയൻസിൻ്റെ പുസ്തകം തന്നെ ബുക്കിഞ്ഞിട്ട് തന്നെ കാണണ്ടേ എന്ന് ചോദിക്കുമ്പോൾ അവൾക്കറിയാം നാളെ അമ്മ വേറെ ആയിരിക്കും ചോദിക്കുന്നത്, നാളെ സയൻസ് തന്നെ ചോദിച്ചാലും കുഴപ്പമില്ല ചോദിക്കുന്നത്. അപ്പം അതിന് ആ കുട്ടിയൊന്നും പ്രിപ്പയർഡ് ആയിരിക്കുക ബുക്ക് വെച്ച്. ആ ബുക്കൊക്കെ ഒന്ന് മറിച്ച് നോക്കുക, ഒന്ന് നോക്കി മാറ്റിയിടുക. അത് എപ്പോഴും അവരുടെ ടൈം ടേബിളിലൂടെ കൈ വെച്ചിട്ട് ആ ടൈം ടേബിൾ അനുസരിച്ചുള്ള പുസ്തകമല്ല എല്ലാം അടുക്കി വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണ്. മാത്സിൻ്റെ ബുക്ക് ഒന്ന് എടുത്തേ എന്ന് പറയും, മാത്സിൻ്റെ ബുക്ക് എടുക്കണം. അപ്പോൾ അത് അച്ഛനും അമ്മയും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നൊരു ബോധ്യം കുഞ്ഞുങ്ങളുണ്ടായാൽ അത് വളരെ ഉപകാരപ്രദമാകും. ഇത്രയും കാര്യങ്ങൾ കുഞ്ഞുങ്ങളെ. പിന്നെ കുഞ്ഞുങ്ങളുടെ കൂട്ടുകെട്ട്, 8, 9, 10 ക്ലാസ്സിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് കൂട്ടുകെട്ടുണ്ടാവും. ഈ കൂട്ടുകാരാരാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം പേരൻസ്. എന്നിട്ട് അവരുടെ പേരൻസിൻ്റെ ഫോൺ നമ്പർ കൈ കിട്ടുമെങ്കിൽ നിങ്ങൾ നമ്മളൊരു സൗഹൃദം ഒന്ന് സൂക്ഷിച്ചേക്കുക. അല്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കാനും സംസാരിക്കാനും, കുഞ്ഞുങ്ങൾ എങ്ങനെയുണ്ടോ, പഠിക്കുന്നുണ്ടോ, അങ്ങനെ ഒരു ബന്ധം സൂക്ഷിക്കുക. PTA മീറ്റിങ്ങിന് പോയാൽ അവിടെ ഒന്ന് ഒരുമിച്ച് കൂടി കുത്തിയിരിക്കുകയല്ല, എല്ലാവരോടും മാക്സിമം സംസാരിക്കുക. നമ്മൾ മാത്രമല്ല ആശയമുള്ളവർ, അവർക്കും ആശയങ്ങൾ, ആ ആശയങ്ങൾ പരസ്പരം ഉൾക്കൊള്ളാനൊക്കെയാണ് PTA മീറ്റിംഗ്. MPT ഉണ്ടാവും, മദർ PT ഉണ്ടാവും, ജനറൽ PT ഉണ്ടാവും. ഇതിനൊക്കെ പോയി സംബന്ധിക്കുക. 8, 9, 10 ക്ലാസ്സിൽ പഠിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളുടെ പേരൻസിലും ഞാൻ പറയുകയാണ്, എല്ലാ മാസവും ഒരിക്കലെങ്കിലും ഒരു ദിവസമെങ്കിലും സ്കൂളിൽ പോയിരിക്കണം. അപ്പോൾ കൂലി വേലയ്ക്ക് പോകുന്ന ഞാനങ്ങനെ 5 മണിക്ക് കഴിഞ്ഞല്ലേ സ്കൂളിനകത്ത് ഒക്കുള്ളൂ, ഒരു ദിവസം ഉച്ച കഴിഞ്ഞെങ്കിൽ ജോലി ചെയ്യേണ്ടെന്നേ. ഒരു ദിവസം ഉച്ച കഴിഞ്ഞിട്ട് പേരൻസിനെ വിളിച്ചിട്ട് ടീച്ചേഴ്സിനെ വിളിച്ചിട്ട് ഒന്ന് വന്ന് മക്കളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് അന്വേഷിക്കണം. ഇപ്പോഴത്തെ കണ്ടില്ലേ, വളരെ കൂലിവേല ചെയ്ത് പഠിപ്പിക്കുന്ന പേരൻസിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ IAS IPS ഒക്കെ കിട്ടുന്നുണ്ട്, പല തലത്തിൽ വരുന്നുണ്ട്. അത് IAS IPS മാത്രമല്ല ജീവിതം. അപ്പോൾ അങ്ങനെ പേരൻസിൻ്റെ ഒരു മോണിറ്ററിങ് കുഞ്ഞുങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടാകണം. കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മളൊക്കെ പഠിച്ച കാലഘട്ടമല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചുങ്ങൾക്ക് വൈഡ് ബന്ധമാണ്. പിന്നെ മൊബൈൽ ഫോൺ, അതിൻ്റെ ഉപയോഗം കുറച്ച് കൊണ്ടുവരിക. 10ാം ക്ലാസ് വരെയുള്ള സമയത്ത് കുറച്ച്. പിന്നെ മൊബൈൽ ഫോൺ നിങ്ങളെപ്പോഴും ഒരു കാര്യം ആലോചിക്കണം, ഇപ്പോൾ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആണെന്ന് കുഞ്ഞുങ്ങളോട് പറയുക. ഇപ്പോൾ എന്ത് സൈറ്റ് കണ്ടാലും എങ്ങനെ കണ്ടാലും അത് ആധാറുമായിട്ട് ലിങ്ക്ഡായിട്ട് അവർ കാണുന്ന സൈറ്റ് ഗവൺമെൻറ് കാണാൻ സാധിക്കും.
അത് കുഞ്ഞുങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക. രണ്ടാമത്, ഈ സൈറ്റിൽ നമുക്ക് വേണ്ട ബന്ധങ്ങൾ മാത്രമേ സൂക്ഷിക്കാവൂ ഈ ഫോണിനകത്ത്. അല്ലാത്ത ബന്ധങ്ങൾ വെറുതെ വഴി തരുന്നവരുടെ ഫോൺ നമ്പർ കൊടുക്കുകയും വരുത്, അവരുടെ ഫോൺ നമ്പർ വാങ്ങിക്കുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, 8, 9, 10, 7 പഠിക്കുന്ന കുഞ്ഞുങ്ങളോട് പറയണം, ആര് എന്ത് സ്കൂൾ കോമ്പൗണ്ടിൽ നിന്ന് പുറത്ത് വന്നാലും സ്കൂൾ കോമ്പൗണ്ട് അകത്ത് വന്നാലും ആവശ്യമില്ലാത്ത ഒരു ഭക്ഷണവും വാങ്ങിച്ച് കഴിക്കരുത്. ഒരു ഭക്ഷണം വാങ്ങിച്ച് കഴിക്കരുത്. മോടെ ബുക്ക് ഇങ്ങോട്ട് തന്നേന്ന് പറഞ്ഞ ഒരാൾ ബുക്ക് ചോദിച്ച് ബുക്ക് കൊടുക്കരുതെന്ന് പറയണം. ആ ബുക്കിനകത്ത് എന്തെങ്കിലും വെച്ച് തന്നാൽ മതി. അത് കുഞ്ഞുങ്ങളുടെ ഭാവിയെ ബാധിക്കും. അപ്പം അങ്ങനെയുള്ളൊരു മോണിറ്ററിങ് പേരൻസിനെ പേടിപ്പിക്കാൻ പറയുകയല്ല, ഇന്നത്തെ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് കൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് പേരൻസ് ശ്രദ്ധിക്കണം. പിന്നെ കുഞ്ഞുങ്ങളോട് പറയുക, കൊച്ചു കുഞ്ഞുങ്ങൾ വലിയ പ്രകൃതിയെ കാണാൻ പറയുക, മഴ എന്തെന്ന് മനസ്സിലാക്കുക, വെയിൽ എന്തെന്ന് മനസ്സിലാക്കുക, കാറ്റ് എന്തെന്ന് മനസ്സിലാക്കുക, വർണ്ണചിത്രങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുക, നമ്മുടെ ചിത്രശലഭങ്ങൾ, പക്ഷികൾ, മൃഗങ്ങൾ, തോട്, അരുവി, പുളകൻ, ചേര, ഇങ്ങനെയുള്ള എല്ലാ ജീവികളും നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇതിനൊക്കെ ഒന്ന് കാണാൻ, ഒബ്സർവ് ചെയ്യാൻ സമയം കിട്ടുന്നതിൽ ഒബ്സർവ് ചെയ്യും. ഫുട്ബോൾ കളിക്കുന്ന കോർട്ടിൽ നിങ്ങൾക്ക് ഇറങ്ങി കളിക്കാൻ സാധിക്കില്ല. ഇരുന്ന് കളി കാണുക. എൻ്റെ ഫ്രണ്ടിൽ ആരാ കളിക്കുന്നത്, ബാക്കിൽ ആരാ കളിക്കുന്നത്, സെൻറ്ററിൽ ആരാ, വലത് വിങ്ങിലാരാ, ഇടത് വിങ്ങിൽ. വോളിബോൾ കളിക്കുന്നത് കാണണ്ടേ, ക്രിക്കറ്റ് കളിക്കുന്നത് കാണണ്ടേ, വോളിബോൾ കളിക്കുന്നത് അല്ലെങ്കിൽ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്നത് കാണണ്ടേ, ഇതെല്ലാം കബഡി കളിക്കുന്നത് കാണണ്ടേ, ഞൊണ്ടിത്തൊടിൽ കളിക്കും. എല്ലാം കുഞ്ഞുങ്ങൾ കാണാനുള്ള അവസരം ഉണ്ടെങ്കിൽ മക്കളെ കാണാം. ശാസ്ത്ര എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ വരും, അത് എഴുതിക്കൊണ്ടുവരിക. പിന്നെ അത് മനസ്സിലാക്കാനുള്ള അവസരം കൊടുക്കുക. ഇനി ഞാനത് പെട്ടെന്ന് ഇതിൽ നിന്നൊക്കെ മാറിയിട്ട് ടീച്ചേഴ്സിനോടൊരു കാര്യം പറയാം. ഇച്ചിരി നീണ്ടുപോയി, സാരമില്ല, കേൾക്കുന്നത് കേട്ടാൽ മതി. എപ്പോഴെങ്കിലും സമയമുള്ളവർ കേട്ടാൽ മതി. ടീച്ചേഴ്സിൻ്റെ ഒരു കാര്യം, ഞാൻ ഈ പ്രാവശ്യം ടീച്ചേഴ്സിന് ഒരുപാട് സ്ഥലം ക്ലാസ് എടുത്ത ഒരാളാണ്. അധ്യാപകർക്ക് ഞങ്ങളെപ്പോഴും പറയുന്നതാണ്, കുട്ടികൾക്ക് മാർക്കിടുന്നത് നമ്മളാണ്, ടീച്ചേഴ്സാണ്. എന്നാൽ ടീച്ചേഴ്സിന് മാർക്കിടുന്ന ആരാണെന്നറിയാം? കുട്ടികളാണ്. എങ്ങനെ? ഈ ക്ലാസ്സിലെ ഏറ്റവും കുറഞ്ഞ മാർക്ക് ഏത് കുട്ടിക്കാണോ കിട്ടിയിരിക്കുന്നത് ആ മാർക്കാണ് ടീച്ചറുടെ മാർക്ക്. ഉദാഹരണത്തിന് 50ൽ 10 മാർക്ക് വാങ്ങിച്ച മനോജ് എന്ന് പറഞ്ഞൊരു കുഞ്ഞ ക്ലാസ്സിലുണ്ടെങ്കിൽ അതാണ് ടീച്ചറുടെ മാർക്ക്. 49 വാങ്ങിച്ചാൽ ശരിക്കും തലയുള്ളതുകൊണ്ടും ചിന്തിക്കാൻ കഴിവുള്ളതുകൊണ്ട്, പക്ഷേ ഈ 10 മാർക്ക് വാങ്ങിച്ചതിനാണ് നമ്മുടെ മാർജിൻ. അപ്പോൾ അതുകൊണ്ട് ഈ 10 മാർക്ക് വാങ്ങിച്ചാൽ 20 വാങ്ങിക്കാൻ ടീച്ചർ അടുത്ത പ്രാവശ്യം കേപ്പബിളാക്കിയാൽ അതിൻ്റെ അർത്ഥം ടീച്ചർ ഈ കുഞ്ഞുങ്ങളെ ഇമ്പ്രൂവ് ചെയ്യിപ്പിച്ചു എന്ന് പറഞ്ഞു. അത് വളർത്തിക്കൊണ്ട് പോകുന്നു പറഞ്ഞു. അതായത് നമ്മൾ ഒത്തിരി ഐക്യമുള്ളവരെയല്ല വളർത്തേണ്ടത്, അവർ ഓട്ടോമാറ്റിക് വളർന്നോളും. എന്നാൽ ഇത് അല്പം പിന്നി നിൽക്കുന്നവരെ ഒരു കൈത്താങ്ങ് കൊടുത്ത് വളർത്തിക്കൊണ്ട് വരാനായിട്ട് പരിശ്രമിക്കുക. പിന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണോന്ന് എനിക്കറിഞ്ഞൂടാ. അപ്പം അത് നിങ്ങൾ നാനാജാതി മതസ്ഥരാണ് നമ്മുടെ സ്കൂളിലുള്ളത്. അത് ഹിന്ദു, മുസൽമാൻ, ക്രിസ്ത്യൻ, മറ്റുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരോടും എല്ലാ കുഞ്ഞുങ്ങളും നന്നായി വരട്ടെ. ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യനും എല്ലാ കുഞ്ഞുങ്ങളും നന്നായി വരട്ടെ. ഒരു സോദരത്തേന വാഴുന്ന ഒരു ചിന്താഗതി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണം. അപ്പോൾ നിങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ അന്നം കൊടുത്ത് കഴിക്കാൻ അനുഗ്രഹിക്കാനും ശക്തിയുണ്ട്. പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും കുഞ്ഞുങ്ങളുടെ നെറുകയിൽ കൈവച്ചോ അല്ലെങ്കിൽ മൂർധാവിൽ ചുംബിച്ചുകൊണ്ടോ അടുത്ത് വിളിച്ചിരുത്തിയോ ഒന്ന് മക്കളെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നൊരമ്മ പറയുമ്പോൾ അപ്പം കുഞ്ഞിൻ്റെ മനസ്സിലൊരു ബോധ്യം വരും, അമ്മ ഇപ്പോൾ വീട്ടിൽ ഇരുന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, എനിക്ക് ഹൃക്ഷോഭം എഴുതാൻ പാടാണ്, അമ്മ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് ഞാൻ എഴുതിക്കോളൂ. അതൊരു കോൺഫിഡൻസാണ്. അത് കുഞ്ഞുങ്ങളിൽ വളർത്തിയെടുക്കാനായിട്ട് പരിശ്രമിക്കുക. പിന്നെ ഇനിയും അന്ധര്, ബധിരര്, മൂകര്, ഡിഫറൻ്റ്ലി ഏബിൾഡ് ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഇത് നമ്മളിപ്പോൾ എല്ലാ കാറ്റഗറിയിലും എല്ലാവരും കഴിവുള്ളവരെന്നല്ല. ചില അന്ധതയുള്ള കുഞ്ഞുങ്ങളുണ്ട്, കാണാൻ കഴിവില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട്, സംസാരിക്കാൻ കഴിവില്ലാത്തവരുണ്ട്, പിന്നെ കേൾക്കാൻ കഴിവില്ലാത്തവരുണ്ട്. അവരൊക്കെയും സ്കൂളിൽ പോകുന്നുണ്ട്. അവരെയൊക്കെ പഠിപ്പിക്കുന്ന അധ്യാപകരെ നമ്മൾ തൊഴണം. കാരണം അവർ ഭയങ്കര എഫേർട്ടാണ് എടുക്കുന്നത്. ഡിഫറൻ്റ്ലി ഏബിൾഡ് ഉണ്ട്, കാല് നീളം കുറവുള്ളവർ, അല്ലെങ്കിൽ കാലില്ലാത്തവർ, കൈയില്ലാത്തവർ, ഒറ്റ കണ്ണുള്ളവർ. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർക്കൂടെ വേണ്ടി അപ്പോൾ നിങ്ങൾക്ക് നല്ല എല്ലാ ഡീറ്റെയിൽസും ഉള്ളൊരു കുഞ്ഞിനെ കൈ കിട്ടിയിരുന്നാൽ ഇതിലൂടെ ചിന്തിക്കണേ. ഇങ്ങനെയുള്ള കുറേ കുഞ്ഞുങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരും നമുക്ക് വേണ്ടവരാണ്. അപ്പോൾ അവർക്കൂടെ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമല്ല, അവർക്കൂടെ വേണ്ടി ജീവിക്കാൻ പരിശ്രമിക്കുക. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിലാണ് പങ്കെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ 6ാം ക്ലാസ്സിൽ 6ാമത്തെ വയസ്സിൽ സ്കൂളിൽ ചേർത്തില്ലെങ്കിൽ സർക്കാർ നിങ്ങൾക്കെതിരെ കേസെടുക്കാം. കാരണം ആ കുഞ്ഞ് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെയാണ്. അപ്പം നമ്മളൊക്കെ പങ്കെടുക്കുന്ന അധ്യാപകനും മാതാപിതാക്കളും വിദ്യാർത്ഥിയും ഡ്രൈവറും കിളിയും ആയയും സമൂഹവും എല്ലാം ഒരു സമൂഹത്തിൻ്റെ നിർമ്മിതിയിലാണ് പങ്കുപറ്റുന്നത്. നമ്മൾ ഒരു ലോകത്തെ കെട്ടിപ്പടുക്കുകയാണ്.
അപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന എല്ലാ കുഞ്ഞുങ്ങളും അവരെ കണ്ണിൽ എണ്ണയൊഴിച്ച് നോക്കിയിട്ട് സ്കൂളിലേക്ക് വിടുന്ന മാതാപിതാക്കൾക്കും അതോടൊപ്പം അവരെ വളർത്തുന്ന ടീച്ചേഴ്സിനും ഈ 2024-25 അധ്യയന വർഷത്തിലെ എല്ലാ നന്മകളും ഉണ്ടാകട്ടെ. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അള്ളാഹ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാ ദൈവങ്ങളും, കൃഷ്ണനാണെങ്കിലും ശിവനാണെങ്കിലും ബ്രഹ്മാവാണെങ്കിലും വിഷ്ണു ആണെങ്കിലും പരബ്രഹ്മമാണെങ്കിലും എല്ലാവരും നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന ചിന്തയിൽ നന്നായിട്ട് പോവുക. എല്ലാവരോടും ചിരിക്കുക, കരയാതിരിക്കാൻ പരിശ്രമിക്കുക.